ഇത് നമുക്ക് എഗ് പപ്സ് ഉണ്ടാക്കുന്നതിലേക്ക് നോക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേസ്ട്രി ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ പപ്സ് ഉണ്ടാക്കണ പേസ്ട്രി ഷീറ്റ് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ വേണ്ടത് മുട്ടയാണ്. ഇതിലേക്ക് മുട്ടയുടെ മസാലയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. ഈ മസാലയിലേക്ക് സവോള കുറച്ച് കൂടുതൽ വേണം. ഞാനിവിടെ 2 വലിയ സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഇഞ്ചി ചതച്ചിട്ട് അല്ലി പോലെ വിടർത്തിയിടണം, കട്ട പിടിച്ച പോലെ കിടക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഈ മസാലയിലേക്ക് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം. ഇതാ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഓരോ മസാലപ്പൊടികൾ ചേർക്കുമ്പോഴും ഞാൻ അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാം. പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയാണ്. മുട്ടയും വേണം. അത് പപ്സ് നമ്മൾ പേക്ക് ചെയ്യാൻ പോണതിന് മുമ്പ് പപ്സിൻ്റെ മുകളിൽ ഈ മുട്ട നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ പേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പപ്സിൻ്റെ മുകളിൽ നല്ലൊരു ഗോൾഡൻ കളർ ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ എഗ് പപ്സ് ആക്കാമെന്ന്. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഈ ചൂടായ ഓയിലിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവോളയും ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വന്നിട്ടുണ്ട്. സവോള വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴായിരിക്കും ആ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മുരിയുക. അല്ലെങ്കിൽ ആ മഞ്ഞളിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക. അതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടി നന്നായിട്ട് മുരിയണം. എന്നാൽ മാത്രമേ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും മുളകിൻ്റെ പൊടിയും ചേർക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇപ്പോൾ മുട്ടയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പപ്സിൻ്റെ ഈ ഷീറ്റ് എടുക്കുക. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഫ്രീസറിലായിരിക്കും ഇരിക്കേണ്ടാവുക. നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്നാലും ഇത് ഫ്രീസറിൽ തന്നെ വെക്കണം. ഇത് പപ്സ് ഉണ്ടാക്കാൻ പോണേലും ഒരു 2 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതൊന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ഈ കൗണ്ടർ ടോപ്പിൽ നിന്നിടുക. ഇതിൻ്റെ മുകളിലേക്ക് പേസ്ട്രി ഷീറ്റ് വയ്ക്കുക. ഇതിൻ്റെ മുകളിലും കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. ഇത് അധികം വെള്ളം കൊടുക്കാണ്ട് പതുക്കെ ഒന്ന് ഈ ചപ്പാത്തി പോലെ വെച്ചിട്ട് പതുക്കെ ഒന്ന് പരത്തിയെടുക്കുക. ഇതിൻ്റെ മുകളിൽ കൂടുതൽ വന്നേക്കണ ഈ മൈദപ്പൊടി ഒന്ന് തുടച്ചിടുക, ചെയ്തെടുക്കുക. ഇനി അതിന് ഓരോ ഷീറ്റായിട്ട് എടുക്കുക. ഇത് ഒന്നും കൂടി ഇത് ചപ്പാത്തി പോലെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കുക. ഇതൊന്നും കൂടി ഇതൊന്ന് പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മസാല വയ്ക്കുക. കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങി വെച്ചേക്കണം മുട്ട വയ്ക്കുക. ഒരു മുട്ടേനെ ഇതേപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മുട്ട കുരുമുളക് പൊടിയിൽ ഇതേപോലെ ഒന്ന് പതുക്കൊന്ന് മുക്കുക. ഇത് മസാലയുടെ മുകളിൽ ഇതേപോലെ കമത്തി വെക്കണം. മസാല വയ്ക്കുമ്പോൾ സെൻട്രലായിട്ട് വെക്കണം. ഇതിൻ്റെ ഈ 4 സൈഡിലും മുട്ട ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് തേച്ച് കൊടുക്കുക. ഈ മുട്ട ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് ഇത് സൈഡിലേക്ക് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഫോൾഡ് ചെയ്യുക. ഞാനിവിടെ ഇതേപോലെയാണ് ഫോൾഡ് ചെയ്യുന്നത്. ഇതിങ്ങനെ 2 സൈഡിൽ നിന്നും മുട്ടയ്ക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ എൻഡിങ്ങനെ നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. ഇത് മുട്ട തേച്ചേക്കണേ നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ. ഈ 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്കും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക.
ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. ഞാനിവിടെ ഈ ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പപ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പപ്സിനെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കാനുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ മുട്ടയൊന്ന് തേച്ച് കൊടുക്കുക. ഫാരനൈറ്റിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. സെൻറ്റിഗ്രേഡിലാണെങ്കിൽ നിങ്ങളൊരു 180 സെൻറ്റിഗ്രേഡിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. ഈ പപ്സ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 30 മിനിറ്റ്സാണ് എടുത്തത്. ഈ പപ്സ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊരു ടെമ്പറേച്ചർ ഇല്ല. ഇത് ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരണം.